വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വിഷയം സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ ശരിക്കും നമ്മൾ പുരുഷന്മാർ ഒട്ടും ശ്രദ്ധിക്കാത്ത ഒരു ഏരിയയാണ്. എന്തൊക്കെയായാലും ശരി, നമ്മുടെ സ്കിന്നിനെ കുറിച്ച് ഒട്ടും ബോധവല്ലാത്ത ആൾക്കാരാണ്. ഞാനും അതിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഞാനും റീസെൻ്റ്ലി ആണ് സ്കിൻ കെയറിനെ കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യുകയും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്തത്. അതായത് നമ്മുടെ മുഖത്തെ ഈ സ്കിന്നൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഇത് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അതായത് അതായത് വെയിലിൽ നിന്ന് നമ്മൾ എപ്പോഴും രക്ഷ നേടാമെന്നുള്ളതാണ്. കൂടുതൽ നമ്മുടെ സ്കിന്ന് ഒരിക്കലും ഒരു കാരണവശാലും യാതൊരുവിധ പ്രൊട്ടക്ഷനും ഇല്ലാതെ സണ്ണിൻ്റെ മുമ്പിൽ എക്സ്പോസ് ആകരുത്. അതായത് സൂര്യപ്രകാശം നേരിട്ട് ഒരിക്കലും നമ്മുടെ സ്കിന്നിലേക്ക് അധിക നേരം വരാനുള്ള ഒരു ഇട നമ്മൾ കൊടുക്കരുത് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ സ്കിൻ കെയറിൽ ഞാനീ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ കൂട്ടിച്ചേർക്കാൻ പറ്റിയ ഒരു വിഷയമാണ്, അതായത് വെള്ളം കുടിക്കുക എന്നുള്ളത്. സ്കിൻ കെയറിന് ഏറ്റവും ആവശ്യമുള്ള സംഭവം ആണ് വാട്ടർ. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം കുറഞ്ഞത് 2 ലിറ്ററെങ്കിലും വെള്ളം കുടിച്ചിരിക്കണം. വെള്ളവും സൺസ്ക്രീനും, ഈ 2 സാധനങ്ങളുമാണ് സ്കിൻ കെയറിൽ നമ്മുടെ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ട കാര്യം. അതായത് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക, പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഈ 2 കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ 50% നമ്മുടെ സ്കിൻ ഓക്കെ ആയിരിക്കും. കാരണം ഇത് രണ്ടുമാണ് നമ്മുടെ സ്കിന്നിന് ആദ്യമായി വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോപ്പ് ടച്ചിങ് യുവർ ഫേസ്. എപ്പോഴും ഒരു കാര്യമില്ലാണ്ട് നമ്മുടെ മുഖത്ത് ഇങ്ങനെ തൊടാണ്ടിരിക്കുക. കാരണം നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ഓഫീസിൽ പോകുന്ന ആൾക്കാരായിരിക്കും, സ്കൂട്ടർ ഓടിക്കുന്നവർ, കാർ ഓടിക്കുക. അപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മുടെ വിരലുകൾ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സ്ട്രെയിറ്റ് അവേ നമ്മളടുത്ത് ഇവിടെ തുടങ്ങി ആ ഒരു സംഭവം നിങ്ങൾ കഴിവതും ഒഴിവാക്കുക. അപ്പോൾ ആദ്യം ഇത് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്ത് സ്കിൻ കെയർ റൂട്ടീനിലോട്ട് കടക്കാം. സ്കിൻ കെയർ റൂട്ടീനിൽ നമ്മൾ പോകുമ്പോൾ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞു വരുന്ന ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഒരു സീക്വൻസ് ഉണ്ട്. അതായത് CTM എന്ന് പറയും. അതിൻ്റെ അർത്ഥം ക്ലെൻസിങ്, ടോണിങ് ആൻഡ് മോയ്സ്ചറൈസിങ്. ഇതാണ് അതിൻ്റെ അർത്ഥം. അതായത് ആദ്യം ക്ലെൻസ് ചെയ്യുക, ക്ലെൻസിങ് ഇൻ ദ സെൻസ് ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം ക്ലെൻസ് ചെയ്യുക. രണ്ടാമത് ടോണിങ്, മൂന്നാമത് മോയ്സ്ചറൈസർ. ഇതാണ് CTM. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ CTM എന്നുള്ള ആ ഒരു ഫോർമുല, ഇത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു രീതി. ഓക്കെ, പല ആൾക്കാരും പല രീതിയിലാണ് അവരുടെ സ്കിന്നുകൾ കെയർ ചെയ്യുന്നത്. കാരണം സ്കിൻ പല ആൾക്കാർക്കും പല ആവശ്യങ്ങളാണ്. ഇപ്പം എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്കിതിവിടെ ബ്ലെമിഷസ് ഉണ്ട്, ഇത് മാറുക എന്നുള്ളതാണ്. എന്നാൽ വേറെ പലർക്കും വേറെ പല ആവശ്യങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റും അതിനോട് അനുബന്ധിച്ചുള്ള അത് മാറാൻ വേണ്ടിയുള്ള പ്രൊഡക്റ്റുകളായിരിക്കും. ഇനി ഞാൻ എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ എങ്ങനെയാണ് ഇപ്പം ഞാൻ ചെയ്തു വരുന്നതെന്ന് ഉള്ളതിലോട്ട് കടക്കാം. ആദ്യമായി ഞാൻ ഡേ സ്കിൻ കെയർ റൂട്ടീനിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് ഇൻ ദ മോർണിംഗ്, രാവിലെ എണീറ്റ് ഞാൻ ആദ്യം തന്നെ ബെഡിൽ നിന്ന് എണീറ്റ് ഉടൻ തന്നെ വെള്ളം കുടിക്കും. ഞാൻ ആദ്യം ചെയ്യുന്ന പരിപാടി അതാണ്. കാരണം വെള്ളമാണ് നമ്മുടെ ശരീരത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയ ഒരു സംഭവം. വെള്ളം കുടിച്ചതിന് ശേഷം ഞാൻ സ്ട്രെയിറ്റ് അവേ ടോയ്ലറ്റിൽ പോകുന്നു. അവിടെ എൻ്റെ ബാക്കിയുള്ള പ്രഭാതകർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകും. ഓക്കെ, ഫസ്റ്റത്തെ എൻ്റെ സ്റ്റെപ്പ് ഇതാണ്. എണീറ്റോടെ തന്നെ വെള്ളം കുടിക്കുക, രണ്ടാമത് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുക. അതിനുശേഷമുള്ള ബാക്കിയുള്ള രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് വീണ്ടും കുളിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുറത്തോട്ട് പോകണം. ഐ ആം റെഡി ടു ഗോ ഔട്ട്. പുറത്ത് പോണതിന് മുമ്പ് ഞാൻ ആ കുളി കഴിഞ്ഞ് വന്ന ഉടൻ തന്നെ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റാമിൻ സി എന്നുള്ള സെറം ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യും. വിറ്റാമിൻ സി വളരെ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് നമ്മുടെ സ്കിൻ കെയറിന്. ഇപ്പോൾ വിറ്റാമിൻ സി, മെലാനിൻ എന്നുള്ള സംഭവം നമ്മുടെ മുഖത്ത് നിന്ന് തീർത്തും ഒഴിവാക്കി തരുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ വിറ്റാമിൻ സി ഞാൻ ആദ്യം മുഖത്ത് പറ്റുമ്പോൾ എടുത്ത് വാരി തേക്കാന്നല്ലാണ്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യണ ഒരു സിസ്റ്റമാണ്. അതായത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുക്കുക, ഇത് ടാപ്പ് ചെയ്യുക മുഖത്ത്.
ഓക്കെ, വിറ്റാമിൻ സി പറ്റിയതിന് ശേഷം പിന്നെ അടുത്തത് ഞാൻ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ഐ എം റെഡി ടു ഗോ. ഒരു 2-3 മിനിറ്റ് ഒരു സമയം ഞാൻ കൊടുക്കും. അത് കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ ഡ്രസ്സപ്പ് ചെയ്ത് പോണതിന് മുമ്പ് തന്നെ നെക്സ്റ്റ് തിങ് സൺസ്ക്രീൻ ലോഷൻ പറ്റുക എന്നുള്ളതാണ്. സൺസ്ക്രീൻ പറ്റാണ്ട് പോകരുത് മക്കളെ. അപ്പോൾ പിന്നെ ഈ സൺസ്ക്രീൻ എന്നുള്ള ഒരു, ഇപ്പം എനിക്കൊക്കെ മടി ഉണ്ടായിരുന്നു പറ്റാൻ, ആ ഒരു സംഭവം നമ്മൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യം ഓക്കെ ആയി വരും. നമ്മുടെ സ്കിന്നിന് അതിൻ്റെതായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനും സാധിക്കും. പിന്നെ ഞാൻ ചെയ്യുന്നത് സൺസ്ക്രീൻ ലോഷൻ പറ്റുക എന്നുള്ളതാണ്. സൺസ്ക്രീൻ ലോഷൻ പറ്റുന്നു, ഐ എം റെഡി ടു ഗോ ഔട്ട്. രാവിലെ ഞാൻ ഇത്രേ ചെയ്യണുള്ളൂ, ഒരുപാട് സംഭവങ്ങളൊന്നും ചെയ്യണില്ല. ഇനി എൻ്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീനെ കുറിച്ച് പറയാം. നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീനിൽ ഞാൻ ചെയ്യണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഫോർ ബെഡ്, ഞാൻ ബെഡിലോട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പേ ഈ പറഞ്ഞ പോലെ തന്നെ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകുന്നു. CTM എന്ന പ്രോസസ്സിലെ ടോണിങ് എന്ന പ്രോസസ്സ് ഞാൻ ചെയ്യുന്നു. അതായത് ഞാൻ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകി തോർത്തി നേരെ അകത്ത് വരുന്നു, ഈ ടോണർ എടുക്കുന്നു. ടോണർ എടുത്തിട്ട് ഒരു പന്നിയിൽ മുക്കി ടോണർ എൻ്റെ മുഖത്ത് ടാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ തേച്ച് ഇങ്ങനെ ഉരച്ച് വിടുന്ന സിസ്റ്റം അല്ല, ടാപ്പ് ചെയ്യും. ടോണർ നമ്മുടെ സ്കിന്നിന് വളരെ അത്യാവശ്യമാണ്. പക്ഷെ ഇത് ഒരു ഒഴിവാക്കാൻ പറ്റിയ ഒരു പ്രോസസ്സും കൂടിയാണ്. എന്നാലും രാവിലെയും വൈകിട്ടും ഞാൻ ചെയ്യാണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ രാത്രി ടോണർ യൂസ് ചെയ്യുന്നത്. ടോണർ എന്നുള്ള സംഭവം നമ്മുടെ മുഖത്തുള്ള എക്സസ് ഡസ്റ്റും കാര്യങ്ങളും എല്ലാം കളഞ്ഞിരിക്കും. അതായത് ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് പോവാത്തതും കൂടി ടോണർ ഉപയോഗിച്ച് നമ്മൾ ടോണർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ പോകുന്നതാണ്. അതുമാത്രമല്ല നമ്മുടെ ഇവിടുത്തെ പോസ് ടൈറ്റനിങ് ചെയ്യുന്ന ജോബും ടോണർ ചെയ്യും. ടോണർ യൂസ് ചെയ്തതിന് ശേഷം പിന്നെ ഉള്ളത് മോയ്സ്ചറൈസിങ് ആണ്. മോയ്സ്ചറൈസിങ്ങിന് ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു നോർമൽ മോയ്സ്ചറൈസർ അല്ല യൂസ് ചെയ്യണത്. ഞാൻ ബ്ലെമിഷ് മാറാനുള്ള ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ സ്ട്രൈറ്റ് അവേ ആ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നു, ആ പരിപാടി അവിടെ തീർക്കുന്നു. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണ്, അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അണ്ടർ ഐ ക്രീം ഈ പറഞ്ഞ മാതിരി വളരെ ആവശ്യമുള്ളൊരു സംഭവം തന്നെയാണ്. കാരണം ആൻറ്റി ഏജിങ്ങും നമ്മുടെ ക്ഷീണങ്ങളും, അതായത് അപ്പോൾ രാവിലെ എണീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഐസ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ലുക്ക് തരുന്നതാണ്. അപ്പോൾ അണ്ടർ ഐ ക്രീമും ഡെഫിനറ്റ്ലി നിങ്ങൾ യൂസ് ചെയ്യുക. ഇതാണ് എൻ്റെ മോർണിംഗിലെയും നൈറ്റിലെയും സ്കിൻ കെയർ റൂട്ടീൻ. ഇതിൻ്റെ ഇടയിൽ ഞാൻ എല്ലാ വീക്കിലും 2 പ്രാവശ്യം സ്ക്രബ്ബർ യൂസ് ചെയ്യും. അതിപ്പോൾ ഏതെങ്കിലും ഒരു സ്ക്രബ്ബർ, നിങ്ങളുടെ സ്കിന്നിന് യോജിച്ച ഒരു സ്ക്രബ്ബർ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് വെക്കുക. ഏതെങ്കിലും ഒരു നേരം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യം അത് ചെയ്യുക. അത് കൂടുതൽ നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോവും ഗുണങ്ങളും ഒക്കെ നൽകുന്ന ഒരു സംഭവങ്ങളാണ്. എന്തായാലും സ്കിൻ കെയറിൽ ഞാൻ ഈ ആദ്യമേ പറഞ്ഞ മാതിരി തന്നെ വെള്ളവും സൺസ്ക്രീൻ ലോഷനും ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് രണ്ടും നിങ്ങൾ മുടങ്ങാതെ ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യത്യാസങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് കാണാൻ സാധിക്കും. ഓക്കെ, സ്കിൻ കെയർ എല്ലാവരും ഫോളോ ചെയ്യുക. അവനവൻ്റെ സ്കിന്നാണ്, ആരും നശിപ്പിക്കരുത്. പിന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഫാഷനും സ്റ്റൈലും ഗ്രൂമിങ്ങുമായിട്ടുള്ള പുതിയ വീഡിയോകളുമായി ഞാൻ വരുന്നതാണ്. ഗുഡ് ബൈ.